ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കരാചാര്യ വിരചിത ശ്രീ സൗന്ദര്യ ലഹരി സ്തോത്രം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 15ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകങ്ങൾ 16ഉം 17ഉം. ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. കവീന്ദ്രാണാം ചേത കമലവനബാലാ തവ രുചിം ഭജന്തേ യേ സന്ധ കതിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാഹ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദധതി സദാം രഞ്ജനമമീം സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാവിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈഃ. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ വാക്കുകൾ നോക്കാം. കവീന്ദ്രാണാം ചേതഃ കമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കദിചിത് അരുണാം ഏവ. കദിചിത് അരുണാം ഏവ. കദിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാഹ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിഃ. ശൃംഗാരലഹരീ ഗഭീരാഭിഃ വാഗ്ഭിഃ വിദധതി സതാം രഞ്ജനം അമീ എന്ന വാക്കുകൾ. കവീന്ദ്രാണാം ചേത കമലവന ബാലാതപരുചിം ഭജന്തേ യേ സന്ത കതിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാസ്തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദധതി സദാം രഞ്ജനമമീം. ഇനി നമുക്ക് അർത്ഥം നോക്കാം. കവീന്ദ്രാണാം, ആദ്യത്തെ വാക്ക് കവീന്ദ്രാണാം, ഇന്ദ്രന്മാരിൽ ശ്രേഷ്ഠൻ ദേവേന്ദ്രനെ പോലെ കവികളിൽ ശ്രേഷ്ഠൻ കവീന്ദ്രൻ. അപ്പം കവിശ്രേഷ്ഠന്മാരുടെ എന്നർത്ഥം. ചേതഹ, ചേതസ് മനസ്സ്. ചേത എന്ന് പറഞ്ഞാൽ മനസ്സ്. കമലവനബാലാതപരുചിം ഭജന്തേ. കമലം താമര, അപ്പം മനസ്സുകളാകുന്ന താമര അല്ലേ. ചേതഹ കമലവനം, മനസ്സാകുന്ന താമര. വനം എന്ന് പറഞ്ഞാൽ കൂട്ടം, ഇത് താമരപ്പൂ കൂട്ടം എന്നർത്ഥം കമലവനം. ബാലാ തപൻ, ബാല എന്ന് പറഞ്ഞാൽ ചെറിയത്, കുട്ടി. തപൻ ഇവിടെ പറഞ്ഞത് സൂര്യനെയാണ്. അപ്പം ബാല സൂര്യൻ്റെ രുചി, രുചി എന്ന് പറഞ്ഞാൽ ഭംഗി, കാന്തി എന്നൊക്കെ അർത്ഥം, ശോഭ, പ്രഭ എന്നൊക്കെ അർത്ഥം. അപ്പം ബാലസൂര്യൻ്റെ കാന്തിയായി ഭജന്തേ ഭജിക്കുന്നുവോ. അപ്പോൾ കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരക്കൂട്ടത്തിന് ബാലസൂര്യ കാന്തിയായി ഭജിക്കുന്നുവോ. ഏ സന്തഹ, എന്ന് പറഞ്ഞ യാതൊരുവൻ,
യാവതൊരുവൻ സന്തഹ, സന്ത എന്നിവിടെ പറയുന്നത് സത്തുക്കൾ, സജ്ജനങ്ങളെയാണ്, സത്തുക്കൾ. കതിചിത്, കതിചിത് എന്ന് പറഞ്ഞാൽ ചില. അപ്പോൾ ഏതൊരു ചില സജ്ജനങ്ങൾ, സത്തുക്കൾ ഈ ദേവി മനസ്സുകളാകുന്ന താമരക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി ഭജിക്കുന്നുവോ എന്നെടുക്കണം. എന്നിട്ട് അരുണാമേവ, അരുണ എന്ന് പേരുള്ളവളും, ദേവിക്ക് സിന്ദൂരാരുണ വിഗ്രഹം എന്നൊരു പേരില്ലേ, ആ ചുവപ്പ് നിറമുള്ളവൾ, പേര് അരുണ എന്ന്. അരുണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചുവപ്പ് നിറമുള്ളവൾ. അപ്പം അരുണ എന്ന് പേരുള്ളവളും ചുവപ്പ് നിറത്തോടു കൂടിയവളുമായ ഭവതീം, ആ ദേവിയെ, നിന്തിരുവടിയെ, വിരിഞ്ചി പ്രേയസ്യാഹ, വിരിഞ്ചൻ ബ്രഹ്മാവാണ്, വിരിഞ്ചി പ്രേയസ്യ, പ്രേയസി വിരിഞ്ചന് പ്രിയമുള്ളവൾ ആരാ? സരസ്വതി ദേവി. അപ്പം ബ്രഹ്മാവിന് പ്രിയമുള്ളവളായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഭാര്യ ആരാത്? സരസ്വതി ദേവി. അപ്പോൾ ആ സരസ്വതിയുടെ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭി എന്ന് പറഞ്ഞാൽ അത്യന്തം താരുണ്യത്തോടു കൂടിയ, തരുണി ഭാവമാണ് താരുണ്യം, തരുണീഭാവത്തോടു കൂടിയ ആ ശൃംഗാരത്തിൻ്റെ, ശൃംഗാരം ശൃംഗരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ശൃംഗാരത്തിൻ്റെ ലഹരി, ലഹരി എന്നിവിടെ പറഞ്ഞത് പ്രവാഹം, ഒഴുക്ക്. അപ്പോൾ ആ ശൃംഗാരത്തിൻ്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ, ഗംഭീരമാണ് ഗഭീരാഭി എന്ന് പറഞ്ഞു, ഗംഭീരങ്ങളായ അത്യന്തം താരുണ്യത്തോടു കൂടിയ ശൃംഗാരത്തിൻ്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ വാഗ്ഭിഹി വിദധതി, വാക്കുകൾ, വാഗ്ഭിഹി എന്ന് പറഞ്ഞാൽ വാക്കുകൾ, വിദധതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, വാക്കുകൾ കൊണ്ട് ചെയ്യുന്നു. സതാം രഞ്ജനം, സതാം രഞ്ജനം, സതാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, സജ്ജനങ്ങളെ, സജ്ജനങ്ങളുടെ രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുക, അതാണ് രഞ്ജനം ചെയ്യുക. അമീ എന്ന് പറഞ്ഞാൽ ഈ സത്തുക്കൾ, ഈ സത്തുക്കളായ ജനങ്ങളുടെ, സജ്ജനങ്ങളുടെ മനോരഞ്ജനത്തെ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ എങ്ങനെ നമ്മളിത് അർത്ഥം എടുക്കണ്ടേ? അല്ലയോ പരമേശ്വരി, അവിടെ ഇതുണ്ടല്ലോ സംബോധന, ദേവിയെ പറ്റിയല്ലേ പറയുന്നത്. അപ്പം അല്ലയോ ദേവി പരമേശ്വരി, പരമം ശ്രേഷ്ഠം, പരമ ഈശ്വരി, ശ്രേഷ്ഠയായ ഈശ്വരി, കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരപ്പൂക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി അരുണ എന്നു പേരുള്ളവളും ചുവപ്പ് നിറത്തോടു കൂടിയവളുമായിരിക്കുന്ന നിന്തിരുവടിയെ ചില സത്തുക്കൾ ഭജിക്കുന്നു. ഏതൊരു സത്തുക്കളാണോ, ഏതൊരു സജ്ജനങ്ങളാണോ ഭജിക്കുന്നത്, ആ ഭജിക്കുന്നവർ, ആ സത്തുക്കൾ സരസ്വതി ദേവിയുടെ അത്യന്തം താരുണ്യത്തോടു കൂടിയ ശൃംഗാരത്തിൻ്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് സജ്ജനങ്ങളുടെ മനോരഞ്ജനത്തെ ചെയ്യുന്നു. അതായത് കവീന്ദ്രാണാം, കവിശ്രേഷ്ഠന്മാരുടെ ചേതാ കമലവനബാലാ തപരുചിം ഭജന്തി, മനസ്സുകളാകുന്ന താമരപ്പൂക്കൂട്ടത്തിന് ബാലസൂര്യ കിരണങ്ങളായി ഭജിക്കുന്നുവോ ഏതൊരുവനാണോ കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി ആ ഉദിച്ചു വരുന്ന സൂര്യനെ, ഉദയസൂര്യനെയാണ് ബാലസൂര്യൻ എന്ന് പറയുന്നത്. ഉദിച്ചു വരുമ്പോൾ ഒരു നല്ല ചുവപ്പ് കളറുണ്ട്, ആ കളറിനെയാണ് ഇവിടെ പറഞ്ഞേ. അപ്പോൾ പേരും അരുണ എന്ന് ദേവിക്ക് പേരുമുണ്ട്, ആ നിറമുള്ളതുകൊണ്ട്, ചുവപ്പ് നിറമുള്ളതുകൊണ്ട്. ചുവപ്പ് നിറത്തോടു കൂടിയവളായിരിക്കുന്ന ദേവിയെ ഏതൊരു സത്തുക്കൾ, ഏതൊരു സജ്ജനങ്ങളാണോ ഭജിക്കുന്നത്, ആ ആൾക്കാർ സരസ്വതി ദേവിയുടെ
പ്രസാദത്തിന്, അല്ലെങ്കിൽ അതാണ് ഈ താരുണ്യത്തോടു കൂടിയ ശൃംഗാരപ്രവാഹം പോലെ എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് സജ്ജനങ്ങളുടെ മനോരഞ്ജനത്തെ ചെയ്യുന്നു എന്ന് അർത്ഥം. ഇവിടെ ബാലസൂര്യകിരണം, അത് താമരക്കൂട്ടത്തെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോഴാണ് താമര വിരിയാൻ തുടങ്ങുന്നത്. അപ്പം ഉദിച്ചു വരുന്ന ആ ബാലസൂര്യൻ എങ്ങനെയാണോ താമരമുട്ടുകളെ വികസിപ്പിക്കുന്നത്, അതുപോലെ ദേവി ഭക്തന്മാരായ കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളെ വികസിപ്പിക്കുന്നു. മനസ്സുകളെ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ, അവർക്ക് വാക്ചാതുര്യങ്ങളും ബുദ്ധിസാമർഥ്യമൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് പുതിയതായിട്ട് കവിതകളും കഥകളും ഇതിഹാസങ്ങളും ഒക്കെ ചെയ്യാനുള്ള സാമർഥ്യത്തെ കൊടുക്കുന്നു എന്നർത്ഥം. അതായത് ഹൃദയകമലത്തിൽ ഭഗവതിയെ അരുണവർണ്ണമായി ധ്യാനിക്കുന്നവൻ പുരുഷരൂപത്തെ അവലംബിച്ച സാക്ഷാൽ സരസ്വതി ദേവി തന്നെയോന്ന് തോന്നുന്നത് പോലെ ശൃംഗാരരസ പ്രധാനങ്ങളായ സാമർഥ്യം കൊണ്ട്, വാഗ്ധോരണികൾ കൊണ്ട് സഭാരഞ്ജനം ചെയ്യുന്നു എന്ന് താല്പര്യം. സഭയിൽ വിളങ്ങുന്നു സരസ്വതി ദേവിയെ പോലെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ശ്രീദേവി മാതൃകാത്മികയായതുകൊണ്ട് സരസ്വതി രൂപത്വേന തന്നെ കവിതാ സാമർഥ്യത്തെ പ്രദാനം ചെയ്യുന്നു. അരുണവർണ്ണ ധ്യാന മഹിമാവ് കൊണ്ട്, ആ അരുണവർണ്ണത്തിൻ്റെ ആ മഹിമ കൊണ്ട് ശൃംഗാരരസപ്രധാനമായ വാഗ്വിലാസ പ്രവൃത്തിയെ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ കവീന്ദ്രാണാം ചേത കമലവനബാലാ തവ രുചിം ഭജന്തേ യേ സന്ത കതിചിതരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യ തരുണതര ശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദദതി സദാം രഞ്ജനമമീ. അല്ലയോ പരമേശ്വരി, കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി അരുണ നിറമുള്ള, അരുണ എന്ന് പേരുമുള്ള ദേവിയായിരിക്കുന്ന നിന്തിരുവടിയെ ഏതൊരു സത്തുക്കൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ ഭജിക്കുന്നുവോ അവർക്ക് ശ്രീദേവിയുടെ, ആ സരസ്വതി ദേവിയുടെ അത്യന്തം വാഗ്ധോരണികൾ കൊണ്ട്, അല്ലെ ഗംഭീരങ്ങളായ ശൃംഗാരത്തിൻ്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് സജ്ജനങ്ങളുടെ മനോരഞ്ജനത്തെ ചെയ്യുന്നു എന്ന് അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്ഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവാചോഭിർവാഗ്ദേവി വദന കമലാമോദമധുരൈഃ. ഭംഗിരുചി മുതൽ മധുരൈ വരെ ഒറ്റ വാക്കാണ്, അങ്ങനെ ചൊല്ലണം. സവിത്രീഭിർവാചാം, ശശിമണി അവിടെ നിർത്തൊന്നുമില്ല. സവിത്രീഭിർവാചാം അവിടെ നമ്മൾ നിർത്തിയെങ്കിലേ നമുക്ക് ത്വാം വരെയുള്ളത് ഇത് ശശിമണി ശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിഃ അവിടെ നിർത്താം. ആ വിസർഗം പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ത്വാം സഹജനനി എന്ന് വേണമെങ്കിൽ എടുക്കാം. സവിത്രീഭിർവാചാം ശശിമണി ശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവാചോഭിർവാഗ്ദേവി വദന കമല മോദമധുരൈഃ. അവിടം വരെ ഒറ്റ വാക്കാം. അപ്പം ഇവിടെ സവിത്രീഭിർവാചാം, സവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക, ഒഴുകുക, ഉണ്ടാവുക എന്നൊക്കെ അർത്ഥം. അപ്പം ജനിപ്പിക്കുക എന്ന ശരിക്കുള്ള വാക്ക് സവിക്കുക. അപ്പം സവിത്രീഭിഃ വാക്കുകളെ, അത് എന്തിനെയാണ് സവിപ്പിക്കുന്നത്? വാചാം, വാചാം എന്ന് പറഞ്ഞാൽ വാക്കുകളെ.
വാക്കുകളെ ജനിപ്പിക്കുന്നവരായി എന്നർത്ഥം. ശശിമണി ശിലാപങ്കരുചി. ശശി ചന്ദ്രനാണ്. ശശിമണി ശിലാപങ്കരുചി എന്ന് പറഞ്ഞാൽ, രുചി എന്ന് പറഞ്ഞാൽ കാന്തി, ശോഭ, പിന്നെ സൗന്ദര്യം, അതായത് രുചി, ഭംഗി എന്നർത്ഥം. അപ്പം ചന്ദ്രകാന്ത മണികണ്ഠം പോലെ ശിലാഭംഗരുചിഭി, കാന്തിയോട് കൂടിയവരായി, വശിന്യാദിഭിഹി, വശിന്യാദി വാഗ്ദേവതകളോട്, വശിനി മുതലായ വാഗ്ദേവതകളോട്. വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമം രചിച്ചത് വശിന്യാദി വാഗ്ദേവതകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വശിനി മുതലായ വാഗ്ദേവതകളെ പറ്റി പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്നിച്ചിരി വിവരിച്ച് തരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വശിന്യാദി വാഗ്ദേവതകളോട് ത്വാം സഹ കൂടി, ഭഗവത് ദേവിയുടെ കൂടെ, വാഗ്ദേവതകളും ദേവി നിന്തിരുവടിയെ കൂടെ ജനനി ജനനി എന്ന് വിളിച്ചു. അല്ലയോ അമ്മേ, ലോകമാതാവേ, ജഗജ്ജനനി എന്നൊക്കെ സംബോധന. സഞ്ചിന്തയതിയഹ, സഞ്ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക. സഞ്ചിന്തയതി, നന്നായി ചിന്തിക്കുക. അപ്പോൾ ഏതൊരുവനാണോ വാഗ്ദേവതകളോടുകൂടി ദേവിയെ, നിന്തിരുവടിയെ ഭജിക്കുന്നത്, ധ്യാനിക്കുന്നത്, അവൻ കർത്താ കാവ്യാന, കാവ്യപ്രബന്ധങ്ങളെ ചെയ്യുന്നു എന്ന് പറയുമ്പം കർത്ത എന്ന് പറയാൻ ചെയ്യുക. അപ്പം കാവ്യാനാം കർത്ത എന്ന് പറയാം, കാവ്യപ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു. അപ്പം ആ ദേവിയുടെ, സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന്, വാഗ്ദേവതകളും ദേവിയും കൂടി ആകുമ്പം വാഗ്ധോരണി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വാക്കുകൾക്ക് ശക്തി കൂടുന്നു എന്നൊക്കെ നമുക്കെടുക്കാം. അപ്പം കാവ്യപ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു. മഹതാം, മഹതാം എന്നിവിടെ പറയുന്നത് മഹത്തുക്കൾ, മഹാന്മാർ. ആ മഹാന്മാരുടെ ഉദാഹരണം കാളിദാസൻ, വാൽമീകി, വേദവ്യാസൻ തുടങ്ങിയവരൊക്കെ മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരുടെ ഭംഗിരുചി, ഭംഗിരുചിഭിഹി, ഭംഗി, ആ വാഗ്വിലാസത്തെയാണ് ഇവിടെ ഭംഗിരുചി എന്ന് പറയുന്നത്. രുചിക്കുക എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കുക, നമ്മൾ ടേസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ഭംഗിരുചിഭി എന്ന് പറഞ്ഞാലോ വാഗ്വിലാസം പോലെ രുചിക്കുന്നതായ വാചോഭിഹി, വാചം അല്ലെ വച എന്നൊക്കെ പറഞ്ഞാൽ വാക്കുകൾ. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് വാഗ്ദേവി വദന കമലാമോദമധുരൈഹി, വാഗ്ദേവി, വാക്കുകളുടെ ദേവി ആരാണ്? സരസ്വതി ദേവി, വാണീദേവി. അപ്പോൾ സരസ്വതി ദേവിയുടെ മുഖകമല പരിമളം കൊണ്ട്, മുഖകമലം, മുഖമാകുന്ന കമലം, താമര പോലെയുള്ള മുഖങ്ങൾ, ദേവിയുടെ മുഖത്തെ താമരയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ മുഖകമലത്തിൽ നിന്ന് വരുന്ന പരിമളം കൊണ്ട്, പരിമളം ആ സുഗന്ധം കൊണ്ട്, മോദമധുരൈഹി, അതിമധുരങ്ങളായ, എന്താ പറയുക, ആ അതിമധുരങ്ങളായ വാക്കുകളെ കൊണ്ട് ശോഭിക്കുന്നു എന്ന് പറഞ്ഞാലോ ആ മഹാകാവ്യ പ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കണ്ടേ? എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്? സവിത്രീഭിർവാചാം ശശിമണി ശിലാപങ്കരുചിഭിഹി, അവിടെ ഒന്നുകിൽ രുചിഭിഹി എന്ന് ചേർത്തിട്ട് വശിന്യാദ്യാഭിസ്ത്വാം, സ്ത്വാം ഒന്നുകിൽ അവിടെ പിരിക്കുക, അല്ലെങ്കിൽ സവിത്രീഭിർവാചാം ശശിമണി ശിലാപങ്കരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം, സ്ത്വാം. അപ്പോൾ സായുടെ സൗണ്ട് അവിടെ വരണം. സഹജനനി സഞ്ചിന്തയതി യഹ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവാചോഭിർവാഗ്ദേവി വദന കമല മോദമധുരൈഃ.
അല്ലയോ ജഗന്മാതാവേ, ചന്ദ്രകാന്തമണികണ്ഠം പോലെ അതിധവള കാന്തിയോടു കൂടിയവരും വാക്കുകളെ ജനിപ്പിക്കുന്നവരുമായ വശിന്യാദി വാഗ്ദേവതകളോടു കൂടെ നിന്തിരുവടിയെ യാതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാഗ്വിലാസം പോലെ രുചിക്കുന്നതായും ഉള്ള വാക്കുകളെ കൊണ്ട് മഹാകാവ്യ പ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു എന്ന് സാരം. ഇനി ഇവിടെ നമ്മൾക്ക് വാഗ്ദേവത എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടെ ദേവിയെ ശ്രീ മഹാത്രിപുര സുന്ദരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ദേവീ സ്വരൂപം അതിനെ പഞ്ചാശദ്വർണാത്മക മാതൃക എന്ന് പറയാം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ആ മാതൃക എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സ്വരാക്ഷരങ്ങൾ 16 സ്വരാക്ഷരങ്ങളും പിന്നെ 5 കാച്ചാട്ടാത്താപ്പ യാ ശഷ അങ്ങനെ ആന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ ആ മുതൽ അഹ വരെ അത് 16 എണ്ണം. പിന്നെ കവർഗം കായിക ഗായിക ങ എന്നുള്ള കവർഗങ്ങൾ 5 എണ്ണം, അത് വ്യഞ്ജനാക്ഷരമാണ്. പിന്നെ ചവർഗം 5, ചായ്ച്ച ജായ്ച്ച ഞാ എന്നുള്ള ചവർഗങ്ങൾ 5, പിന്നെ താ ഇഥ ദ ഇഥ നാ എന്നുള്ള തവർഗങ്ങൾ 5, പവർഗം പായിഫ ബായിഭ മാ നമ്മളത് പഠിച്ചതാ. ലളിതാ സഹസ്രാമ പഠിപ്പിച്ചപ്പോൾ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തന്നാ അപവർഗം എന്നും പവർഗം എന്നൊക്കെ. അപ്പം പവർഗം പായിഫ ബായിഭ മാ, യവർഗം യാ രാ ലാ വ അത്രയും, അത് 4 എണ്ണം. യാദികൾ യാ രാ ലാ വ 4 എണ്ണേ ഉള്ളൂ. മറ്റേതൊക്കെ 5 ആയിരുന്നു. പിന്നെ ഷ ഷ ഷ സ ഹ ഇക്ഷ അത് 5 എണ്ണം, 5 അല്ല 6 എണ്ണം അങ്ങനെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ അക്ഷരങ്ങളുടെ ഇത് വരുന്നതെന്ന് ആ വശിന്യാദി ദേവതകൾ എന്ന് പറഞ്ഞതുകൊണ്ടും ആണ് അതെനിക്ക് പറയേണ്ടി വരുന്നത്. ഇത് അഷ്ടവർഗ ആത്മിക മാതൃക എന്ന് പറയും. അഷ്ടവർഗങ്ങളെ ഈ 8 വർഗങ്ങളെ 8 വർഗം കവർഗം അവർഗം കവർഗം ചവർഗം തവർഗം പവർഗം യവർഗം ശവർഗം ഒരെണ്ണം കൂടിയുണ്ട് ഷവർഗം ഷ. അത് ഇവർക്കെല്ലാം ഓരോ ദേവതമാരുണ്ട്. ആ ദേവതമാരെയാണ് ഈ പറയുന്നത്. സ്വരാക്ഷരങ്ങൾ 16, ആ ദേവതമാർ വശിനി ദേവതമാരാണ്. കവർഗത്തിലെ ദേവതയാണ് കാമേശ്വരി, ചവർഗത്തിലെ ദേവതയാണ് മോദിനി, ടവർഗത്തിലെ ദേവിയാണ് വിമല, തവർഗത്തിൻ്റേത് അരുണ, പവർഗത്തിൻ്റേത് ജയിനി, യവർഗത്തിൻ്റെ യാരാലാവശ അതിൻ്റെ സർവേശ്വരി, ഷവർഗത്തിൻ്റേത് കൗളിനി. ഇങ്ങനെ ദേവതമാർ. ഇനി ഇവരെ എല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് യോഗിനിമാരായിട്ടും ഒക്കെ. അപ്പം നമ്മൾ ഇവിടെ ഈ 8 വർഗങ്ങളെ വശിന്യാദി വാഗ്ദേവതകളോട് ഒന്നിച്ച് അവരുടെ സമഷ്ടി രൂപിണിയായ ദേവി ബിന്ദു ത്രികോണാത്മകമായ 4 ശിവചക്രങ്ങൾ, അഷ്ടകോണം, ദശാരയുഗ്മം, ചതുർദശാര എന്നൊക്കെ 8 ചക്രങ്ങളിലും ധ്യാനിക്കുന്നവൻ ഈ പുരുഷത്വത്തെ പ്രാപിച്ച സരസ്വതി ദേവിയുടെ വാക്കുകൾ തന്നെയോ എന്ന് സംശയിക്കത്തക്ക വിധം മഹാകവികളായ വേദവ്യാസൻ, വാൽമീകി, കാളിദാസൻ മുതലായവരുടെ വാഗ്വിലാസം പോലെ
മാധുര്യമുള്ള മനോഹര വാക്കുകളെ കൊണ്ട് മഹാകാവ്യപ്രബന്ധ നിർമ്മാണത്തിന് സമർത്ഥനായി ഭവിക്കുന്നു എന്ന് അർത്ഥം. ഇനി ഇവിടെ വശിന്യാദി എന്ന ശബ്ദം കൊണ്ട് വശിനി മുതലായ അത് 8 ദേവിമാരാണ്. അത് നമ്മൾ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി, 8 പേര്. ഇനി ഒരു 12 യോഗിനിമാരുണ്ട് കൂടെ. വിദ്യായോഗിനി, രേചകയോഗിനി, മേചികാരയോഗിനി, അമൃതായോഗിനി, ദീപികായോഗിനി, ജ്ഞാനയോഗിനി, ആപ്യായയോഗിനി, വ്യാപിനീയോഗിനി, മേധായോഗിനി, വ്യോമരൂപായോഗിനി, സിദ്ധരൂപായോഗിനി, ലക്ഷ്മീയോഗിനി, ഇങ്ങനെ 12 പേര്. ഇവരെല്ലാവരും കൂടെ ഈ 12 യോഗിനികളോടും കൂടി വശിന്യാദി 8 വാഗ്ദേവതകളും ചേരുമ്പോൾ 20 കലകളായി ഭവിക്കുന്നു. ഈ 20 കലകളും കൂടുന്നതാണ്, അതായത് ശുദ്ധ സ്ഫടിക സംകാശം എന്നൊക്കെ അതിനെ പറയാം. അപ്പോൾ ഇത് ദശാരയുഗ്മ കോണങ്ങളിൽ ധ്യാനിക്കുന്നവൻ മഹാകവിയായി ഭവിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നമുക്കെങ്ങും എത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഈ 8ഉം 16ഉം ദേവിമാരെക്കുറിച്ച്, ഖഡ്ഗമാല സ്തോത്രം എന്ന് പറയുന്ന സ്തോത്രമുണ്ട്. അതിനകത്ത് ദേവിമാരുടെ പേരുകളെല്ലാം പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം വായിച്ചു തരാം. അത് ഞാൻ ഇപ്പം നമുക്ക് ക്ലാസ് എടുത്തു പോകാം. ഇപ്പം സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദിഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവചോഭിർവാഗ്ദേവി വദനകമല മോദമധുരൈഃ. സവിത്രീഭിർവാചാം വാക്കുകളെ ജനിപ്പിക്കുന്നവരായി, ശശിമണിശിലാഭംഗരുചിഭി ചന്ദ്രകാന്ത മണികണ്ഠം പോലെ കാന്തിയോടുകൂടിയവരായി, വശിന്യാധിപി വശിന്യാദി വാഗ്ദേവതകളോടുകൂടി, ത്വാം സഹ ദേവിയുടെ കൂടെ, നിന്തിരുവഴിയെ കൂടെ, ജനനി അല്ലയോ ലോകമാതാവേ, സഞ്ചിന്തയതി യഹ യാതൊരുവൻ ധ്യാനിക്കുന്നുവോ, സഹ അവൻ, കർത്താ കാവ്യാന കാവ്യപ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി, ഭവതി ഭവിക്കുന്നു, മഹതാ മഹാന്മാരുടെ, കാളിദാസൻ തുടങ്ങിയ മഹാന്മാരുടെ, ഭംഗിരുചിഭി വാഗ്വിലാസം പോലെ രുചിക്കുന്നതായ, വാചോഭിഹി വാക്കുകളെ കൊണ്ട്, വാഗ്ദേവി വദന കമലാമോദമധുരൈഹി വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരങ്ങളായ എന്നർത്ഥം. അപ്പോൾ ഇവിടെ അല്ലയോ ലോകമാതാവേ, ചന്ദ്രകാന്ത മണികണ്ഠം പോലെ അതിധവള കാന്തിയോടുകൂടിയവരും വാക്കുകളെ ജനിപ്പിക്കുന്നവരുമായ വശിന്യാദി വാഗ്ദേവതകളോട് കൂടെ നിന്തിരുവടിയെ യാതൊരുവൻ ധ്യാനിക്കുന്നുവോ, അവൻ വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാഗ്വിലാസം പോലെ രുചിക്കുന്നതായുമുള്ള വാക്കുകളെ കൊണ്ട് മഹാകാവ്യപ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി തീരുന്നു എന്നർത്ഥം. ഈ 2 ശ്ലോകം ഒന്നും കൂടി വായിക്കാം. കവീന്ദ്രാണാം ചേത കമലവനബാലാ തവ രുചിം ഭജന്തേ യേ സന്ത കതിചിതരുണാമേവ ഭവതീം. വിരിഞ്ചി പ്രേയസ്യാ തരുണതര ശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദധതി സദാം രഞ്ജനമമീ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ. ഇവിടെ വിരിഞ്ചി പ്രേയസ്യാഹ, ആ വിസർഗം പറഞ്ഞിട്ട് തരുണതര ശൃംഗാരലഹരി എന്ന് പറയാം. ലാസ്റ്റിലും ശൃംഗാര ലഹരി ഗഭീരാഭിർവാഗ്ഭിഃ വരെ ആ തരുണതര മുതൽ വാഗ്ഭിഃ വരെ ഒരു വാക്കായിട്ട് പറയണം. വിദധതി സദാം രഞ്ജനമമി. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർ
അവിടെ ഈർ ചേർത്തിട്ട് വേണമെങ്കിൽ വശിന്യാദ്യാവിസ്ത്വാം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ശശിമണി ശിലാഭംഗരുചിഭിഹി അവിടെ വിസർഗം പറഞ്ഞിട്ട് വശിന്യാദ്യാവിസ്ത്വാം സഹജനനി സഞ്ചിന്തയതിയഹാം. സകർത്താ കാവ്യാനാം ഭവതി മഹതാം വാചോഭിർവാഗ്ദേവി അവിടെ അതൊന്നിച്ചാണ് മുഴുവൻ. ഭംഗിരുചിഭിഹി നിങ്ങൾ നിർത്തിക്കൂ. സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഹി അവിടെ വിസർഗം ചേർത്ത് നിർത്തിയിട്ട് വചോഭിർവാഗ്ദേവി വദന കമലാമോദമധുരൈഹി അതൊന്നിച്ച്. നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2 ശ്ലോകങ്ങളും ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. അർത്ഥം ഏകദേശമൊക്കെ അവൻ അത്രയും മതി, നമ്മൾക്ക് തെറ്റില്ലാതെ വായിക്കാൻ അറിയണം, അത്രയേ ഉള്ളൂ. കവീന്ദ്രാണാം ചേത കമലവനബാലാ തവ രുചിം ഭജന്തേ യേ സന്ധ കതിചിതരുണാമേവ ഭവതീം. സന്ധഃ കതിചിതരുണാമേവ ഭവതി എന്നും ഇതാകാം. ആക്ച്വലി അവിടെ ആ വിസർഗം കഴിഞ്ഞിട്ട് കാന്ന ഇത് വന്നിരിക്കുന്നതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കവീന്ദ്രാണാം അല്ലെങ്കിൽ ചെറുതായിട്ട് പറയാം, അത്രയേ ഉള്ളൂ. വ്യഞ്ജനാക്ഷരാണ്. കവീന്ദ്രാണാം ചേത കമലവനബാലാ തവ രുചിം ഭജന്തേ യേ സന്ധ കതിചിതരുണാമേവ ഭവതീം. വിരിഞ്ചി പ്രേയസ്യാഹ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദദതി സതാം രഞ്ജനമമീ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാവിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ. സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദന കമലാ മോദമധുരൈഃ അത് ഒറ്റ വാക്കായിട്ട് പറയണം. വചോഭിർവാഗ്ദേവി വദന കമലാമോദമധുരൈഃ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം അമേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.